ഭ്രാന്തായാൽ എന്തു സുഖം എന്ന വരികളിലൂടെ വൈറലായ സൂഫി ഗാനം സിനിമയിലേക്ക് പൃഥ്വിരാജ് നായകനായ ജിനു എബ്രഹാം തിരക്കഥ എഴുതുന്ന സിനിമയിലാണ് പാട്ട് ഉൾപ്പെടുത്തുക. സൂഫി ഗായകനായ ജാബിർ സുലൈമിന്റെ ഏറ്റവും പ്രചാരം നേടിയ ഗാനങ്ങളിലൊന്നാണ് സിനിമയുടെ ഭാഗമാകുന്നത്. ഈ ഇടവഴിയേ വരണം അവളുടെ നിർബന്ധം, ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തുൽ മൗത്ത് രസം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ വൈറലായ ഈ പാട്ട് എഴുതിയതും സംഗീതം നൽകിയതും സൂഫി ഗായകനായ ജാബിർ സുലൈമാണ്. 4 വർഷം മുമ്പ് അപ്ലോഡ് ചെയ്ത ഈ പാട്ട് ലക്ഷദ്വീപിലെ ഗായകനായ ലിറാർ പാടിയതോടെ കൂടുതൽ വൈറലായി. ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്തു ബന്ധം, ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം. ഖലീഫ എന്ന സിനിമയിലേക്ക് ജിനു എബ്രഹാം ഈ പാട്ടിനെ തേടി വന്ന കഥ ജാബിർ പറയുന്നു. ജിനുവിന്റെ ഫാദർ കഴിഞ്ഞ കുറച്ചു മുമ്പ് മരണപ്പെട്ടു. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത് വല്ലാതെ ഇങ്ങനെ നെർവസ് ആയിരിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടതാണ് ഈ പാട്ട്. ഇതിങ്ങനെ പാട്ട് വൈറലായ വിവരമൊന്നും ജിനുവിന്റെ അടുത്ത് ഉണ്ടായിട്ടല്ല. അങ്ങനെ കണ്ട ഒരു പാട്ട് ഇങ്ങനെ കേട്ടപ്പം ആ ഒരു സിറ്റുവേഷനിലേക്ക് വലിയ ഒരു ആശ്വാസം അദ്ദേഹത്തിന് തോന്നി. ഒരു അച്ഛനും മകനും തമ്മിലുള്ള തീവ്രമായ പ്രണയബന്ധത്തിന്റെ ഒരു സ്റ്റോറി, ഒരു ഇഷ്ടത്തിന്റെ ഒരു സ്റ്റോറി ഇപ്പം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഖലീഫ എന്ന് പറഞ്ഞ ചിത്രത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എനിക്ക് തന്നെ ഉണ്ടായ ഈ അനുഭവത്തിൽ നിന്ന് ഈ പാട്ട് ഉചിതമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ സമീപിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ലിറാറ് പാടിയപ്പം കൂടുതൽ ആളുകൾ അറിഞ്ഞു എന്നതുപോലെ അതിനേക്കാൾ ആളുകൾ അതിന്റെ ആശയവും അതിന്റെ ഉള്ളിലിരിക്കുന്ന ചിന്തയും ഒക്കെ ചർച്ച ചെയ്യട്ടെ എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് ഇതിലൂടെ നമുക്ക് ഉള്ളത്. ഭ്രാന്തായാൽ എന്ത് സുഖമെന്ന വരികളിലൂടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് ജാബിർ പറയുന്നു. ഭ്രാന്ത് എന്ന് പറയുന്നത് ഏതൊരാൾക്കും ഒരു പാഷൻ ഉണ്ടാവും. ഏതൊരു കാര്യത്തിലാണെങ്കിലും അതില് ആ വിധം ലയിച്ചുകൊണ്ട് അത് ചെയ്യുമ്പം അതൊരാനന്ദമാണ്. അല്ലാത്ത സമയം അതൊരു ഭാരവും പ്രയാസവുമാണ് എന്നുള്ളതാണ് ഈ ഒരു പാട്ടിന്റെ ഒരു പൊതുവായ സന്ദേശം. അതാണ് ആത്മീയമായ ഉള്ളടക്കത്തോടെ നിരവധി ഗാനങ്ങൾ എഴുതിയ ജാബിറിന്റെ തൂലിക സാമൂഹ്യ വിഷയങ്ങളിലും ചലിച്ചിട്ടുണ്ട്. ഇനി എന്തു വേണമെന്നാരാഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ ഭൂമിയിലേക്കു താണു, ഗസയിൽ തന്നെ പോയി പാർക്കണം ഇനിയും, ഷഹീദായി മടങ്ങേണമെന്ന വണ്ണം. കോഴിക്കോട് ഇക്ര ആശുപത്രിയിലെ പർച്ചേസ് മാനേജറായി ജോലി ചെയ്യുന്ന ജാബിർ സുലൈമിന്റെ സൗഹൃദ വൃത്തമാണ് പാട്ടുകളെ ദൃശ്യവൽക്കരിക്കുന്നതിന് സഹായിക്കുന്നത്. ഹജ്ജ് ചെയ്താലൊന്നും കിട്ടൂല, അല്ലാനെ കിട്ടും, അഹദവന്റെ ആതിഥ്യത്തിൽ ആറാടാൻ പറ്റും, വമ്പ് നടിച്ച് വിമാനം കേറിയിട്ട് ഹജ്ജിന് പോകണ്ട, ലബ്ബൈക്ക് എന്ന ബൈക്കുമ്മ കേറിയിട്ട് ഹജ്ജിന്